ഡയസ്പോറ എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന ജൂതജനതയുടെ ചിതറിക്കൽ ബൈബിൾ ചരിത്രത്തിലും ദൈവശാസ്ത്രത്തിലും ആഴത്തിൽ വേരൂന്നിയതാണ്. ബൈബിൾ അനുസരിച്ച് ദൈവം തന്റെ കൽപ്പനകളോടുള്ള അനുസരണക്കേടിന്റെ ഫലമായി യഹൂദജനതയെ ചിതറിച്ചു. ആവർത്തനം, യിരെമ്യാവ് തുടങ്ങിയ പുസ്തകങ്ങളിൽ ദൈവം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുന്നത് അവർ തന്റെ നിയമങ്ങളിൽ നിന്ന് പിന്തിരിയുകയും മറ്റ് ദൈവങ്ങളെ ആരാധിക്കുകയും നീതി അവഗണിക്കുകയും ചെയ്താൽ അവർ അവരുടെ ദേശത്തുനിന്ന് നാടുകടത്തപ്പെടേണ്ടിവരുമെന്നാണ്. ചരിത്രപരമായി ആദ്യത്തെ പ്രധാന ചിതറിക്കൽ BC 586-ൽ ബാബിലോണിയൻ യഹൂദയെ കീഴടക്കിയതിനു ശേഷമാണ് സംഭവിച്ചത്. ജെറുസലേമിലെ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടു, നിരവധി ജൂതന്മാരെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. പിന്നീട് റോമൻ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് AD 72 ക്ഷേത്രത്തിന്റെ നാശത്തിനുശേഷം ജൂതന്മാർ വീണ്ടും റോമൻ സാമ്രാജ്യത്തിലുടനീളം ചിതറിപ്പോയി. ആത്മീയ വീക്ഷണകോണിൽ നിന്ന് ചിതറിക്കൽ ഒരു വലിയ ഉദ്ദേശ്യം നിറവേറ്റിയെന്ന് പല ജൂത, ക്രിസ്ത്യൻ പണ്ഡിതന്മാരും വിശ്വസിക്കുന്നു. അത് ഒരു ന്യായവിധിയും ജനതകൾക്കിടയിൽ ഏകസത്യദൈവത്തെക്കുറിച്ചുള്ള അറിവ് പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗവുമായിരുന്നു. അവരുടെ പ്രവാസത്തിനിടയിലും ജൂതജനത അവരുടെ സ്വത്വം, തിരുവെഴുത്തുകൾ, പാരമ്പര്യങ്ങൾ എന്നിവ സംരക്ഷിച്ചു, ദൈവത്തിന്റെ വിശ്വസ്തതയുടെ സാക്ഷ്യമായി വർത്തിച്ചു. അവിശ്വസ്തതയുടെ അനന്തരഫലങ്ങളും അന്തിമ പുനഃസ്ഥാപന പ്രത്യാശയും കാണിക്കുന്ന ബൈബിൾ പ്രവചനവും പ്രവാസികൾ നിറവേറ്റി. ആധുനിക കാലത്ത് തന്റെ ജനത്തെ വീണ്ടും കൂട്ടിച്ചേർക്കുമെന്ന ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ നിവൃത്തിയായി ചിലർ ഇസ്രായേലിലേക്കുള്ള ജൂതന്മാരുടെ തിരിച്ചുവരവിനെ കാണുന്നു. സാരാംശത്തിൽ, ചിതറിക്കൽ ഒരു അച്ചടക്ക നടപടിയും ലോകമെമ്പാടും വിശ്വാസം നിലനിർത്തുന്നതിനുള്ള ഒരു ദിവ്യതന്ത്രവുമായിരുന്നു. അത് ദൈവത്തിന്റെ നീതിയെയും വീണ്ടെടുപ്പിനായുള്ള അവന്റെ പദ്ധതിയെയും പ്രകടമാക്കുന്നു. തന്റെ ജനത്തെ പ്രവാസത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരാനുള്ള ദൈവത്തിന്റെ പദ്ധതി ബൈബിളിലുടനീളം നെയ്തെടുത്ത ഒരു ശക്തമായ പ്രമേയമാണ്. അത് അവന്റെ നീതി, കരുണ, മാറ്റമില്ലാത്ത വിശ്വസ്തത എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നു. ഇസ്രായേൽ ജനതയുടെ അനുസരണക്കേട് കാരണം അവരെ ജനങ്ങളുടെ ഇടയിൽ ചിതറിക്കാൻ അവൻ അനുവദിച്ചെങ്കിലും അവൻ അവരെ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. പകരം അവർ ആത്മാർത്ഥമായ ഹൃദയത്തോടെ തന്നിലേക്ക് തിരിഞ്ഞാൽ ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവരെ വീണ്ടും ശേഖരിച്ച് അവരുടെ പൂർവിക ദേശത്തേക്ക് പുനഃസ്ഥാപിക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തു. പ്രവാചകന്മാർ പലപ്പോഴും ഈ ദിവ്യ പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചു. യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, മറ്റുള്ളവർ എന്നിവർ ഭാവിയെക്കുറിച്ച് വിവരിച്ചു. അവിടെ ദൈവം തന്റെ ജനത്തെ ശാരീരികമായി വീണ്ടും കൂട്ടിച്ചേർക്കുക മാത്രമല്ല, ആത്മീയമായി പുതുക്കുകയും ചെയ്യും. അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുകയും അവർക്ക് ഒരു പുതിയ ഹൃദയം നൽകുകയും അവർക്ക് അവന്റെ വഴികളിൽ നടക്കാൻ കഴിയുന്ന തരത്തിൽ തന്റെ ആത്മാവിനെ അവരുടെ ഉള്ളിൽ സ്ഥാപിക്കുകയും ചെയ്യും. ഈ പുനഃസ്ഥാപനം കേവലം ദേശത്തേക്കുള്ള ഒരു തിരിച്ചുവരവ് മാത്രമായിരുന്നില്ല, മറിച്ച് ബന്ധത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവായിരുന്നു, ദൈവവും അവന്റെ ജനവും തമ്മിലുള്ള ഒരു പുതുക്കിയ ഉടമ്പടി. ബാബിലോണിയൻ പ്രവാസത്തിൽ നിന്നുള്ള തിരിച്ചുവരവ്. അടുത്തിടെ 1948-ൽ ആധുനിക ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കൽ തുടങ്ങിയ ചരിത്ര സംഭവങ്ങളിലൂടെ ഈ വാഗ്ദാനം ഭാഗികമായി പൂർത്തീകരിക്കപ്പെട്ടു. പല വിശ്വാസികളും ഈ സംഭവങ്ങളെ ദൈവത്തിന്റെ പുരാതന വാഗ്ദാനങ്ങളുടെ ചുരുളഴിയലായി കാണുന്നു. ആത്യന്തികമായി ദൈവത്തിന്റെ പദ്ധതി അവന്റെ ആഴമായ സ്നേഹവും പ്രതിബദ്ധതയും വെളിപ്പെടുത്തുന്നു. തന്റെ ജനം വഴിതെറ്റിപ്പോയപ്പോഴും അവൻ വിശ്വസ്തനായി തുടർന്നു. പ്രവാസം ശിക്ഷണത്തിന്റെ ഒരു സമയമായിരുന്നു, എന്നാൽ പുനഃസ്ഥാപനമായിരുന്നു എപ്പോഴും ലക്ഷ്യം. അതിലൂടെ തന്റെ ജനം എത്ര ദൂരെ ചിതറിപ്പോയാലും അവരെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തന്റെ കൈ ഒരിക്കലും കുറുകിപ്പോയിട്ടില്ലെന്ന് ദൈവം തെളിയിച്ചു.